ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. പരീക്ഷാകാലം ഇപ്പം അവസാനിക്കും എന്നുള്ള ഒരു ഘട്ടത്തിലാണ് നമ്മളുള്ളത് അല്ലെ. അപ്പോൾ നമുക്ക് അവസാനത്തെ പരീക്ഷയായ മലയാളം അടിസ്ഥാന പാഠാവലി നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്താണ്, അതിനൊരു മെഗാ മാരത്തോണും മോർണിംഗ് ബൂസ്റ്ററൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലേ. നമ്മളത് സാധാരണ ഉണ്ടാവാറുണ്ട്. പക്ഷെ കോണ്ടന്റ് വീഡിയോസ് അത് നിർബന്ധമാണ്. അതിനു വേണ്ടിയിട്ടാണ് ടീച്ചർ ഇന്ന് ഒരു ചോദ്യമായിട്ട് വന്നിരിക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം. എന്താണ് ഇന്ന് നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട്, എനിക്ക് ഒരുപാട് പേര് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അത് മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ചിലര്. എന്താണ്, നിവേദനം വേണം. എത്ര പഠിച്ചിട്ടും മനസ്സിലാവാത്ത ഒന്നാണ് നിവേദനം. അപ്പോൾ നമ്മൾ പഠിക്കുന്ന ഈ ഒരു യൂണിറ്റിൽ, അതായത് രണ്ടാമത്തെ യൂണിറ്റിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു പ്രവർത്തനമായിരുന്നു നിവേദനം എന്നുള്ളത്. അപ്പോൾ നിവേദനം ഏതൊക്കെ പാഠവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? കാട് ആരത് എന്ന് പറയുന്ന ഭാഗവും അതുപോലെ ഫാത്തിമത്തുരുത്ത് എന്ന് പറയുന്ന പാഠവുമായിട്ടും എന്താണ് ഈ നിവേദനം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. മാത്രമല്ല, ഇനി അടുത്ത ടേമിലേക്കുള്ള ഒരു ചോദ്യമായിട്ടും പൊന്മാനിന്റെ ഒരവസ്ഥ പറയുന്ന ഒരു പാഠമുണ്ട് അടുത്ത ടേമിലേക്ക്. അതിലേക്കും നിവേദനം ആവശ്യമായിട്ട് വരാറുണ്ട്. അപ്പോൾ നമുക്ക് നിവേദനം ഒന്ന് നോക്കിയാലോ. ഇപ്രാവശ്യം അവരിറക്കിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിവേദനം കാണുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നിവേദനം തന്നെ തരാം എന്ന് വിചാരിച്ചത്. അപ്പൊ നിവേദനം എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നിവേദനം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നോക്കാം. ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ ഒരു കൂട്ടായ ആളുകളുടെ ഒരു പ്രശ്നം, അതിനൊരു പരിഹാരം വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതിൻ്റെ മേലധികാരികൾക്ക്, ഇപ്പോൾ ഒരു നാടിൻ്റെ പ്രശ്നമാണെങ്കിൽ ഒരു പക്ഷേ പഞ്ചായത്ത് പ്രസിഡന്റിന് അല്ലെങ്കിൽ ജില്ലാ കളക്ടർക്ക്, ഇനിയിപ്പോൾ അതിലും വലിയ ആളുകൾക്ക് ഇവിടെ പറഞ്ഞല്ലേ പ്രശ്നം തീരുന്നുണ്ടെങ്കിൽ മന്ത്രിയോട് നമ്മൾ എന്ത് പറയാം, ഇങ്ങനൊരു പ്രശ്നമുണ്ട് എന്നും പറഞ്ഞ് നമ്മളൊരു എഴുത്തങ്ങടെ എഴുതുക. അപ്പോൾ ഒരാളെ പ്രശ്നമാവരുത്, ഒരു കൂട്ടം ആളുകളുടെ പ്രശ്നമാവണോ, അവരെല്ലാവരും കൂടെ ചേർന്നിട്ട് നമ്മളിത് അവർക്ക് സമർപ്പിക്കുന്നതാണ് നിവേദനം. ഒരു പരിഹാരം, ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ വേണ്ടി നമ്മൾ എഴുതി തയ്യാറാക്കുന്നതാണ് നിവേദനം എന്ന് പറയുന്നത്. നമ്മൾ നോക്കിയാലോ, നിവേദനം 5 മാർക്കിന്റെ അല്ലെങ്കിൽ ഒരു A ഗ്രേഡ് ചോദ്യമാണ് നിവേദനം എന്ന് പറയുന്നത്. നിങ്ങളുടെ പ്രദേശം നേരിടുന്ന പരിസ്ഥിതി പ്രശ്നങ്ങൾക്കു പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് അധികാരികൾക്ക് നൽകാനുള്ള നിവേദനം തയ്യാറാക്കുക. മക്കളെ, എങ്ങനെയാ നിവേദനം തയ്യാറാക്കുക? അധികാരികൾക്ക് നൽകാനുള്ള നിവേദനം എങ്ങനെയാ തയ്യാറാക്കുക? ഒന്നുമില്ല. എന്താണ് പ്രശ്നം എന്ന് ആദ്യം നമ്മൾ അറിയാം. 2 രീതികളുണ്ട് നിവേദനം തയ്യാറാക്കുന്നതിന്. എളുപ്പമുള്ള രീതി ഇതാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആദ്യം, ബഹുമാനപ്പെട്ട കോഴിക്കോട് ജില്ലാ കളക്ടർക്ക് തിരുവള്ളൂർ ഹൈസ്കൂളിലെ ഏതെങ്കിലും ഒരു ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ സമർപ്പിക്കുന്ന നിവേദനം. ഹൈസ്കൂൾ എന്ന് പറഞ്ഞാൽ ആ സ്കൂളിൽ UP ഉണ്ടാവും അല്ലേ. അപ്പോ വിഷയം എന്താണ് എന്ന് നമ്മൾ എഴുതുക. ആർക്കാണ് സമർപ്പിക്കുന്നത് എന്ന് എഴുതുക. എന്താണ് പ്രശ്നം എന്ന് നമുക്ക് ഇവിടെ പറയാം. ബഹുമാനപ്പെട്ട കോഴിക്കോട് ജില്ലാ കളക്ടർക്ക് തിരുവള്ളൂർ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ സമർപ്പിക്കുന്ന നിവേദനം. എന്താണ് പ്രശ്നം? എന്ത് പ്രശ്നം ഉണ്ടായിട്ടാണ് നമ്മൾ ഈ നിവേദനം തയ്യാറാക്കുന്നത്? പുഴയെ മാലിന്യമുക്തമാക്കുന്നത് സംബന്ധിച്ച്. അപ്പൊ പുഴയുടെ എന്തോ ഒരു പ്രശ്നമാണ്. പുഴ എന്ന് പറയുന്നത് ഒരാളുടെ മാത്രം സ്വത്താണോ? അല്ല, നമ്മളൊരു നാടിന്റെ മൊത്തമാണ് പുഴ എന്ന് പറയുന്നത്. അപ്പൊ ആ പുഴയിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്, അതിനൊരു പരിഹാരം വേണമെന്ന് പറഞ്ഞ് നമ്മൾ കോഴിക്കോട് ജില്ലാ കളക്ടർക്ക് കൊടുക്കുകയാണ്? വിദ്യാർത്ഥികളെ ഒരു നിവേദനം കൊടുക്കുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ തന്നെ കൊടുക്കുന്നല്ലേ കുറച്ചുകൂടെ നല്ലേ. അപ്പൊ അത് കുറച്ചുകൂടെ ആളുകളിലേക്ക് അല്ലെങ്കിൽ കളക്ടർക്ക് അത് ശരിക്കും മനസ്സിലാകും അല്ലേ. ഇനി എന്തു പറഞ്ഞു തുടങ്ങണം? സർ, ഞങ്ങളുടെ സ്കൂളിന് സമീപത്തോടുകൂടി ഒരു പുഴ ഒഴുകുന്നുണ്ട്. സർ എന്ന് വിളിച്ചു, കാര്യം പറഞ്ഞു. കുറച്ചു കാലം മുമ്പ് വരെ അതിൽ ശുദ്ധജലമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴതിൽ അറവു മാലിന്യങ്ങളും, പല കോഴിയെയും ആടിനെയും എല്ലാത്തിനും ഇങ്ങനെ അറുത്തതിൻ്റെ ഒരു അറവു മാലിന്യങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റും നിക്ഷേപിക്കുന്നതിനാൽ പുഴയുടെ ഒഴുക്ക് തന്നെ തടസ്സപ്പെട്ടിരിക്കുന്നു. ഇതിലെ വെള്ളം ഉപയോഗയോഗ്യമല്ല അല്ലെങ്കിൽ ഉപയോഗശൂന്യമാണ് എന്നും പറയും. ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗയോഗ്യമല്ല. ഉപയോഗിക്കുന്നവർക്ക് പലതരത്തിലുള്ള രോഗങ്ങളുടെ പിടിയിലാവുകയും ചെയ്യുന്നു. കന്നുകാലികൾക്കും
വളർത്തുമൃഗങ്ങൾക്കും രോഗങ്ങൾ പടരുകയാണ്. കന്നുകാലികൾക്കും പിന്നെ ആർക്കാണ്? വളർത്തുമൃഗങ്ങൾക്കും. ഇതിലെ എന്തെങ്കിലും അതിൻ്റെ അടുത്ത് പോയിട്ട് ഭക്ഷണം പുല്ലും ഇതൊക്കെ തിന്നാൻ പോകുന്ന കന്നുകാലികൾ ഉണ്ടാവും അല്ലേ? അതുപോലെ മറ്റു വളർത്തുമൃഗങ്ങളൊക്കെ എന്തിനാണ് അവിടെ പോയി എന്തെങ്കിലും ആയിട്ട് പുഴയായിട്ട് ബന്ധപ്പെടുന്നുണ്ടാവണം. അപ്പോൾ വളർത്തുമൃഗങ്ങൾക്കും രോഗങ്ങൾ പടരുകയാണ്. ഒരാൾക്ക് കിട്ടി മറ്റൊരാൾക്ക് അങ്ങനെ പടരൂലേ? ആയതിനാൽ എത്രയും പെട്ടെന്ന്, ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളതിനാൽ എത്രയും പെട്ടെന്ന് പുഴ ശുചീകരിച്ച് മാലിന്യം നിക്ഷേപിക്കുന്നവർക്ക് എതിരെ, അതായത് ആരാണോ മാലിന്യം നിക്ഷേപിക്കുന്നവർക്ക് അവർക്ക് വേണ്ട നടപടി, കേസ് എടുക്കുകയാണെങ്കിൽ അങ്ങനെ, പിന്നെ അതുപോലെ കേസ് എടുത്തു കഴിഞ്ഞാൽ അത് കേസും കഴിഞ്ഞ് വന്ന് പിന്നെയും ചെയ്യില്ലേ? പക്ഷെ എന്തും കൂടെ വേണം, മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ വേണ്ട നടപടി സ്വീകരിക്കുകയും ബോധവൽക്കരണ പരിപാടികൾ. എന്താണ് ബോധവൽക്കരണ പരിപാടികൾ? ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിൽ അവരെ അവയർനെസ് ക്ലാസ്സുകൾ കൊടുക്കുക അല്ലെ? അതാണ് ബോധവൽക്കരണ പരിപാടികൾ നടത്തുകയും ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു അല്ലെ? വിനീതമായി അപേക്ഷിക്കുന്നു എന്ന് തിരുവള്ളൂർ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ അല്ലെ? എന്ന് ആള്. അപ്പോൾ ഒരാളല്ല എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഒരാളൊപ്പ്, രണ്ടാളൊപ്പ്, പേരൊപ്പും ഇനിയും ആളുകളുടെ പേരുകൾ ചേർക്കുക അല്ലേ? ആരുടെയൊക്കെ പേരുകളാണ് ചേർക്കേണ്ടതെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഒരു പേര് ഇങ്ങനെ എഴുതിയാലും മാർക്ക് കിട്ടും. ആരും ഒന്നും എഴുതണ്ട. എന്തുകൊണ്ടാണ് ടീച്ചർ 1, 2, 3 എന്ന് എഴുതിയത്? ടീച്ചർ പറഞ്ഞു ഒരാളുടെ പ്രശ്നമല്ല, ഒന്നിലധികം ആളുകളുടെ പ്രശ്നമായതുകൊണ്ട് ഒന്നിലധികം ആളുകൾ ഒപ്പിടണം. വേണ്ടേ? വേണം. അപ്പോൾ തിരുവള്ളൂർ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ പേര്, ഇപ്പൊ മീനു, പേരൊന്നും എഴുതണമെന്നില്ല കേട്ടോ. പേരൊന്നും എഴുതിയില്ലെങ്കിലും 1, 2, 3 എന്ന് എഴുതിയാൽ തന്നെ ഇതിന്റെ ഫോർമാറ്റ് നിങ്ങൾക്കറിയാമെന്ന് മനസ്സിലാവും. പിന്നെ ഡേറ്റ്, അതിപ്പോൾ ഏത് ഡേറ്റ് ആയാലും കുഴപ്പമില്ല. ഏതാ ഡേറ്റ് നമ്മൾ ഇടുന്നത്? 22, 12, 25, അത് എന്നത്തെ ഡേറ്റ് ആയാലും കുഴപ്പമില്ല കേട്ടോ. ഒരു ഡേറ്റ് നിങ്ങൾ ഇടുക. അപ്പോൾ ഇത്രയാണ് നമ്മൾ ചെയ്യാനുള്ളത്. ഇതാണ് ഒരു രീതി. ഇപ്പോൾ ഇതിന് പകരം ഇത് നമ്മൾ കഴിഞ്ഞു. ആർക്കാണ് അയക്കുന്നത്, എന്താണ് വിഷയം, പിന്നെ കത്തൊക്കെ എഴുതുമ്പോൾ സർ പ്രശ്നം പറഞ്ഞു, പ്രശ്നം പറഞ്ഞാൽ മാത്രം പോരാ, ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇന്ന ആളുകൾ എന്നും പറഞ്ഞ് 1, 2, 3 ആൾക്കാരുടെ പേരെഴുതണമെന്നില്ല, നമ്പർ ഇട്ടാൽ മതി. ഇത്രയും ആളുകൾ ഒരുമിച്ചാണ് ഈ ഒരു എഴുത്ത് നൽകുന്നത് എന്നാണ് നമ്മൾ ബോധിപ്പിക്കുന്നത് അല്ലേ? അപ്പോൾ സ്ഥലവും തീയതിയും സെറ്റായി. ഇനി ചിലർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇനി ആരാണ് കൊടുക്കുന്നത്, ആരാണ് നൽകുന്നത്? ഇതൊന്നിച്ച് ടീച്ചർ ഇവിടെ എഴുതിയതാ. കോഴിക്കോട് ജില്ലാ കളക്ടർക്ക് തിരുവള്ളൂർ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ. ഇനി ഈ ഭാഗമല്ലെങ്കിൽ, ഇങ്ങനെ എഴുതുന്നതല്ലെങ്കിൽ മറ്റൊരു രീതിയുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ എങ്ങനെയാണ്? കൊടുക്കുന്നവർ അല്ലേ? ആർക്കാണ് ഇത് കിട്ടേണ്ടത്? സ്വീകർത്താവ്. ഇതാർക്കാണ് കിട്ടേണ്ടത്? സ്വീകർത്താവ്. ആരാണ് സ്വീകർത്താവ് എന്ന് എഴുതിയിട്ട് മക്കൾക്ക് എഴുതാം കോഴിക്കോട് ജില്ലാ കളക്ടർ. ബഹുമാന്യ എന്നൊക്കെ ചേർക്കണേ. കോഴിക്കോട് അല്ലെങ്കിൽ ബഹുമാന്യ എന്ന് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. ഇങ്ങനെ എഴുതുന്ന സമയത്ത് ബഹുമാന്യ കളക്ടർ കോഴിക്കോട് ജില്ല അല്ലേ? കോഴിക്കോട് ജില്ല. പിന്നെയോ ഇതാരാണ് കൊടുക്കുന്നത്? ആരാണ്? പ്രേഷിതാവ് അല്ലെങ്കിൽ പ്രേഷിതൻ എന്നൊക്കെ പറയാം. ഒന്നിലും തെറ്റില്ല. പ്രേഷിതാവ്. ആരാണ് കൊടുക്കുന്നത്? തിരുവള്ളൂർ ഹയർ സെക്കൻഡറി, തിരുവള്ളൂർ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ, 7ാം ക്ലാസ് വിദ്യാർത്ഥികൾ എന്ന് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കുക. ആരാണ് എഴുതുന്നത് എന്ന്. പക്ഷേ ടീച്ചർ നേരത്തെ പറഞ്ഞതുപോലെ എഴുതുകയാണെങ്കിൽ ഈ സംഭവം വേണ്ട. മനസ്സിലായോ? ആരാണ് എന്നുള്ളതും ഈ പ്രേഷിതാവ്, സ്വീകർത്താവ് എന്നൊന്നും എഴുതണ്ട. എങ്കിൽ നിങ്ങൾക്ക് എന്തെഴുതാം? ഇത് മാത്രം മതി. അപ്പോൾ ഞാൻ പ്രിഫർ ചെയ്യുന്നത്
ഫസ്റ്റ് ഞാൻ പറഞ്ഞത് തന്നെയാണ്. ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ഇത് എഴുതിയിട്ടില്ലെങ്കിലും മാർക്ക് നിങ്ങൾക്ക് കിട്ടൂട്ടോ. ഓക്കെ, അപ്പൊ മനസ്സിലായോ കുഞ്ഞുങ്ങൾക്ക്? മനസ്സിലായോ? അപ്പൊ എങ്ങനെയാണ് ഒരു നിവേദനം തയ്യാറാക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു. ഇനി അടുത്ത ക്ലാസ്സിലേക്ക് പോകുമ്പോഴായാലും വലിയ ക്ലാസ്സിലേക്ക് പോകുമ്പോഴായാലും ഒക്കെ നിങ്ങൾക്ക് ആവശ്യം വരും. അടുത്ത ടേമിലേക്കും ആവശ്യം വരും. ഇനി എനിക്ക് പറയാനുള്ളത്, ഒരു ന്യൂ ഇയർ ഒക്കെ വരാൻ പോവാണ് അല്ലേ? ന്യൂ ഇയർ ഓഫർ ഉണ്ട്. ക്ലാസ് 7 അവഞ്ചേഴ്സ് ബാച്ചിന്റെ ഡെയിലി ലൈവ് റെക്കോർഡഡ് ക്ലാസ്സുകളുള്ള കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്തുകൊണ്ടുള്ള ഈ ഒരു ബാച്ചിലേക്കുള്ള ഒരു ന്യൂ ഇയർ ഓഫർ 15% ഓഫർ ഉണ്ട്. 1175 രൂപയാണ് നിങ്ങൾക്ക് ഇതിന് അടയ്ക്കേണ്ടത്. ഈ QR കോഡ് സ്കാൻ ചെയ്തിട്ട് ഇതിൽ രജിസ്റ്റർ ചെയ്യാം. അല്ലെങ്കിൽ 9954000800 എന്ന് പറയുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നിവേദനം എഴുതുന്നത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുക. ഇന്ന് രാത്രിയുള്ള മെഗാ മാരത്തോണിൽ എല്ലാവരും പങ്കെടുക്കുക. ഒരുപാട് ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് ടീച്ചർ അവിടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും മെഗാ മാരത്തോണിൽ പങ്കെടുക്കുക. ഇത് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കുക കേട്ടോ. അപ്പോൾ മാരത്തോണിൽ ഉണ്ടാവണം. നാളെ പരീക്ഷ അടിപൊളിയായിട്ട് എഴുതേണ്ടതാണ്. ബൈ.